ഈ വെള്ളച്ചാട്ടവും ഞാൻ നടന്നു വരണതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ടൂറ് പോയിരിക്കുകയാണ്. ഇത് ടൂറല്ല. ഈ വീഡിയോയിൽ നമ്മുടെ 2 പുതിയ സൈറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഒന്ന് തൃശ്ശൂർ എളനാടും 2 പാലക്കാട് നെന്മാറയിലുള്ള സൈറ്റുമാണ് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതൽ യാത്രയുടെ വീഡിയോസ് ഇടണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുന്ന സമയത്ത് നമ്മളത് വീഡിയോ എടുത്ത് പോവും. പിന്നെ അതങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തോന്നും. പിന്നെ എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ സൈറ്റിൻ്റെ വീഡിയോസ് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വർക്കിൻ്റേതായ ഡീറ്റെയിൽസ് പറയും. അപ്പോൾ വേറെയുള്ള കാര്യങ്ങളും കൂടി സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ യാത്രയുടെ വീഡിയോസും കൂടി ഇടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും കാണാൻ ഇഷ്ടമുണ്ടായിരിക്കും. കാരണം ഇത് നമ്മൾ കുതിരാൻ തുരങ്കമാണ്. നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ ഒരു വട്ടം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇപ്പോൾ കേരളത്തിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലോങ്ങസ്റ്റ് അല്ലേ, അടിപൊളി. അതായത് ഈ ഒരു പാത വന്നതിന് ശേഷം പാലക്കാട് നിന്ന് തൃശ്ശൂരിക്കും അതേപോലെ നമ്മളെ ഹൈവേയിൽ പോണ ഒരുപാട് ബ്ലോക്കുകൾ ഒഴിവായി. ഈ റോഡ് വരുന്നതിൻ്റെ മുന്നേ, അതായത് ഈ തുരങ്കം വരുന്നതിൻ്റെ മുന്നേ ഈ ഒരു ബ്ലോക്ക് കടന്ന് കിട്ടുക എന്നുള്ളത് ഭയങ്കര വലിയൊരു ദുർഘടമായിരുന്നു. അതായത് നമ്മൾ ആ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ജയറാമൊക്കെ വന്നിട്ട്, ജയറാമും ഫാമിലിയൊക്കെ വന്നിട്ട് ഇവിടെ പെട്ടുപോയി. ഇവിടെ അല്ല, അന്ന് കുതിരാനാകെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു. അതായത് ഒരു മല കയറിയിട്ടാണ് വരേണ്ടത്. ഇന്നിപ്പോൾ ആ മലയുടെ ഉള്ളിൽ കൂടെ ഈ ഒരു തുരങ്കം, ഇതേപോലത്തെ ഒരുപാട് റോഡുകൾ നമ്മുടെ നാട്ടിൽ ഇനിയും വരട്ടെ. അപ്പോൾ ഒന്നും കൂടി യാത്രകളൊക്കെ ഒന്നും കൂടി സുഗമമാവും. പിന്നെ എന്നെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രവാസികളുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഇതൊക്കെ കാണാൻ ഇഷ്ടമാണല്ലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ നാട്ടിൽ കൂടി പോകുന്ന ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യണത്. പ്രവാസികളെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ നാട്ടിൽ കൂടെ ഏതെങ്കിലും ഒരു വ്ളോഗർ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ നോക്കിയിരിക്കും. അതായത് എന്താവും നമ്മളെ പെരിന്തൽമണ്ണ കാണിക്കാത്തത്, എന്താ പെരിന്തൽമണ്ണ കാണിക്കാത്തതെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾ കേരള പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. അതായത് നാളെ കട്ടപ്പനത്തെ വീഡിയോ ലണ്ടനിലിരുന്ന് കാണുന്ന ഞാനും, അതേപോലെ ഒരാൾ കട്ടപ്പനയിൽ തന്നെ ഇരുന്ന് കാണുന്നത്, അതുപോലെ ആളുടെ വീടും കണ്ടു എന്ന് കാണിച്ചു. ചെറിയൊരു ഷോട്ട് അയാളുടെ വീട് അതിൽ കണ്ടു പറഞ്ഞു. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ തൃശ്ശൂർ, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തി. അപ്പോൾ തൃശ്ശൂരിൽ ഇങ്ങനത്തെ ഒരു കാട്, അതായത് ഇത്ര നടുക്കൊരു കാടുണ്ട് എന്നുള്ളത്, ഇപ്പം നമ്മൾ ഈ ഇളനാടൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാട് പോലത്തെ ഒരു പ്രദേശമൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇത് ഫോറസ്റ്റാണ്. ഇത് മറ്റേ തൃശ്ശൂർക്ക് പോണ മായന്നൂരിൽ നിന്ന്, അല്ലേ, മായന്നൂരിൽ നിന്ന് പോകുമ്പോഴുള്ള ആ ഒരു കാടാണ് കാണുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് ഇപ്പോൾ മനുവേട്ടൻ പറഞ്ഞ പോലെ ഇളനാട് തൃശ്ശൂരുള്ള സൈറ്റിലോട്ടാണ്. ഇത് ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റാണ്. ഇതിൻ്റെ ക്ലൈൻ്റ് എല്ലാം അമേരിക്കയിലാണ്. ജെയിംസ് അങ്കിളാണ്. ജെയിംസ് അങ്കിളും അവളുടെ വൈഫും അമേരിക്കയിലാണ്. അതേപോലെ മോൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. മോളും യു എസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് തന്നെയാണ്. അതായത് ഒരു വീടിൻ്റെ, അതായത് സൈറ്റ് കാണാൻ അവരൊരു ലൊക്കേഷൻ അയച്ചു തന്നു. ഞങ്ങൾ ആ ലൊക്കേഷൻ പ്രകാരം സൈറ്റ് പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് അതിനുള്ള പ്ലാൻ വരയ്ക്കൽ എല്ലാം, അതായത് അവർക്ക് ഇങ്ങനെ സൈറ്റിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ടും, കാരണം അവരിപ്പോൾ ഇനി ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഇത്, അതായത് ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ കാണാണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വർക്ക് ഏറ്റെടുക്കുന്നത്. അതേപോലെ പെർമിഷനൊന്നും ഞങ്ങൾ ഇതുവരെ ഏറ്റെടുക്കാറില്ല. പക്ഷേ ഈ ഒരു ക്ലയൻറ്റ്, അത് ക്ലയൻറ്റിൻ്റെയും കൂടിയും സ്വഭാവം നല്ലതുകൊണ്ടാണ് കേട്ടോ. അല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഈ ഒരു സൈറ്റ് വിസിറ്റും കാര്യങ്ങളായിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കുക ഇപ്പം തന്നെ 3-4 ദിവസമായി നമ്മൾ മെനക്കെടണം. കാരണം ഒരു വീട്ടുകാരനൊരു വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കണ പോലെ അല്ലേ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ഫുൾ ടൈം യാത്രയും പിന്നെ നമുക്ക് നമ്മളേതായ സൈറ്റുകളൊക്കെ കവർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് സ്വന്തമായിട്ടല്ല, വേറൊരാളെ അവരെ ഇഷ്ടത്തിന് വേണം നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിനൊന്നും കൂടി ടൈം സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ദിവസവും നമുക്ക് ഇതിൻ്റെ ഒരു പിന്നാലൊക്കെ ആയിട്ട് മാറാനും പറ്റില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണമല്ലോ നമ്മളെല്ലാം കാര്യങ്ങളും ഇതിൻ്റെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് എടുക്കുന്നത്. അത് ഇവരും നമുക്ക് അത്രയും റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ്. പക്ഷെ അതേപോലെ ഇവർ അതിനുള്ള ഫ്രീഡം നമുക്ക് തരുകൊണ്ടാണ് നമ്മളിതെല്ലാം ഏറ്റെടുക്കാൻ തന്നെ കാരണം. ഇങ്ങനെ ക്ലൈൻ്റൊന്നും നാട്ടിലില്ലാതെ നമ്മൾ വീട് വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെക്കും. പക്ഷെ അതിനാദ്യം തന്നെ വേണ്ടത് ക്ലൈൻറ്റിന് ഞങ്ങളെ ഒരു വിശ്വാസം വേണം. വിശ്വാസം എന്ന് വെച്ചാൽ അത്
നല്ല പോലെ വിശ്വാസം തന്നെ വേണം. കാരണം ഇതൊരു പൈസ വെച്ചിട്ടുള്ള ഒരു പൈസ കാര്യമാണ്. കൊണ്ടുള്ള കളിയാണ്. അതായത് സ്വന്തം കുടുംബക്കാരും തുണക്കാരും തെറ്റിപ്പിരിയണ കാലാണ്. അപ്പോൾ നമ്മൾ ഒരു വീട് വെച്ചു കൊടുക്കുക, നാട്ടിൽ ക്ലയൻറ്റും എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടും, അതായത് രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ക്ലയൻറ്റിനും ബുദ്ധിമുട്ടാവാറുണ്ട്, അതുപോലെ തന്നെ ചില കോൺട്രാക്ടർമാർക്കും ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ട്രസ്റ്റിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുക. നമ്മൾ ചിലപ്പോൾ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലൊക്കേഷൻ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ അവിടെ പോയിട്ടൊരു വീട് വെച്ചുകൊണ്ടാന്നൊക്കെ പറയണത്. പക്ഷേ ഇത് ശരിക്കും ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ചെയ്യണത്. ഈ പറയുന്ന ആൾക്കാരെ ആരും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഫുള്ള് ഫോണിലൂടെയുള്ള കോൺവെർസേഷനും അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ അവർ നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുകൊണ്ട് അവർക്ക് നമ്മളെ വിശ്വാസമാണ്. നമ്മളാണ് അവർ ഡയറക്റ്റ് ആയിട്ട് ഡെയിലി കാണാത്തൊരു ഇഷ്യൂ ഉള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കും ഇവരുടെ വീട് എങ്ങനെയാണെന്നുള്ളൊരു ക്ലിയർ പിക്ചർ അവരുടെ മനസ്സിലും വേണം. കാരണം അത് നമുക്ക് കൺവേ ചെയ്ത് തരണമല്ലോ, എന്നാലല്ലേ ഇപ്പോൾ നമ്മൾക്കിത് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞങ്ങൾ ഈ അങ്കിളും അങ്കിളുടെ മോനും ഒരുപാട് സമയം നമ്മൾ തമ്മിൽ ഡിസ്കഷൻ ചെയ്ത ശേഷമാണ് ഞങ്ങൾ ഈ സൈറ്റിലോട്ട് വന്നത്. ഇത് അവർ ഫസ്റ്റ് നമ്മൾ ആ സമയത്ത്, അതായത് ഫസ്റ്റ് നമ്മൾ പോയിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യണ അന്നുള്ള വീഡിയോസാണ്. ഇതിലിപ്പോൾ നമ്മൾ ഈ ഫുള്ള് വാഴ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വാഴയൊക്കെ നല്ല കൊലച്ച്, അതായത് സൂപ്പറായിട്ട് അത് അങ്കിൾ അടുത്തുള്ള ആൾക്ക് കൊടുത്തതാണല്ലേ, വെറുതെ വാഴ വെറുതെ കാലി സ്ഥലം കിടക്കണ്ട കരുതിയിട്ട് ഒരാൾക്ക് കൊടുത്തതാണ്. അപ്പോൾ ഏകദേശം 40 സെൻറ്റ്, ഏകദേശം അല്ല 40 സെൻറ്റാണ്. ഈ 40 സെൻറ്റിലും വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊല വെട്ടിയതിന് ശേഷം, ഈ ഓണത്തിന് വെട്ടും, അത് വെട്ടിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ആ വാഴമാണിയൊക്കെ പെറുക്കിയെടുത്തത് നമ്മുടെ പഴയ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് ഡയറക്റ്റ് ഇവിടെ സൈറ്റിലോട്ട് വന്നാണ്. ഇത് നമ്മുടെ കോട്ടയത്തുള്ളൊരു ആർക്കിടെക്റ്റാണ്. മനോട്ടിനവരുമായിട്ട് കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ ആർക്കിടെക്റ്റ് വരുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് വന്നതാണ്. കാരണം ഇതിൻ്റെ പ്ലാന്, പെർമിഷൻ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടെ ഡിസ്കഷൻസ് നടക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ആദ്യം വിചാരിച്ചിരുന്ന അവിടെ അടുത്തുള്ള ഒരാളോ അല്ലെങ്കിൽ നമ്മളെ പെരിന്തൽമണ്ണെന്നൊക്കെ ഒരാളെ വിളിച്ച് ചെയ്യിക്കാമെന്നായിരുന്നു ആദ്യം പ്ലാന്. പക്ഷേ ഇതൊരു റിസ്കി ഫാക്റ്റാണ്. കാരണം എനിക്കും തന്നെ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ ഇതിൻ്റെ പ്ലാൻ, അതായത് ആരാണോ വരച്ചു തരുന്നത് അവർ നമുക്ക് പെർമിറ്റ് എടുത്ത് തരണം എന്നുള്ളതാണ് എൻ്റെ നിബന്ധന. അപ്പോൾ ഇത് രോഹിത്തേട്ടനാണ്, ആൾ കോട്ടയത്താണ്. അപ്പോൾ നമ്മൾ കോട്ടയത്തുള്ള പ്രോജക്റ്റിനും അതേപോലെ നമ്മൾ ഇടുക്കിയിലുള്ള പ്രോജക്റ്റിനൊക്കെ രോഹിത്തേട്ടനെ കൊണ്ടാണ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് അത്രയും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് രോഹിത്തേട്ടനെ കൊണ്ടുണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇവിടെ നോക്കിയത്. പക്ഷേ അതിനേക്കാളും ഈസി എനിക്ക് രോഹിത്തേട്ടനാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മളെ എറണാകുളത്തുള്ള പുതിയ പ്രോജക്റ്റിൻ്റെ പ്ലാനും ഇതൊക്കെ രോഹിത്തേട്ടനാണ് ചെയ്യണത്. അപ്പോൾ ആളോടാകുമ്പോൾ എനിക്ക് കൂടുതൽ ഒന്നും പറയേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ സാറ് തന്ന ഐഡിയും പിന്നെ എൻ്റെ ഒരു സജഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് ആൾ എനിക്ക് ആ പ്ലാന് സെറ്റ് ചെയ്ത് തരും. പിന്നെ എലിവേഷനും ഓക്കെ ആക്കി ക്ലയൻറ്റിനും ഓക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. വിത്ത് പെർമിറ്റ് അടക്കം ആൾ എടുത്തു തരും. അപ്പോൾ അതാണ് എനിക്ക് ഒന്നും കൂടി ഈസി. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ സ്കെച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തു. പിന്നെ അതിൻ്റെ CAD ഡ്രോയിങ് എല്ലാം കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞു, അവർ പോയി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. പിന്നെ ഇതിൽ ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. ഇതിലെന്ന് വെച്ചാൽ ഈ ക്ലയൻ്റ് ആണെങ്കിൽ ഇപ്പോൾ എന്തിൻ്റെ ഒരു എക്സ്പെൻസ് ആണെങ്കിലും അവർ എക്സ്പെൻസ് വൈസ് ഇവർ ഭയങ്കര ഫ്ലെക്സിബിളാണ്. നമുക്കിതിൽ ഒരുപാട് എക്സ്പെൻസ് ഞങ്ങൾക്കൊന്നും തരേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി ഞങ്ങൾക്ക് എന്ത് അഡീഷണൽ എക്സ്പെൻസ് വരികയാണെങ്കിലും ഇവർ തരാമെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾക്കും ഇത് ചെയ്യാനൊരു ധൈര്യം. സാധാരണ നമുക്ക് അല്ലെങ്കിൽ പേടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആർക്കിടെക്റ്റിനെ നമ്മൾ കോട്ടയത്ത് നിന്ന് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ രോഹിതേട്ടൻ വരണമെന്നുണ്ടെങ്കിൽ ആളെ കാറിലാണ് വരുന്നത്, ആളെ കൂടെ ഒരു സഹായി ഉണ്ടാവും. അപ്പോൾ ഇവർക്കുള്ള ചിലവ് കാര്യങ്ങൾ ഇപ്പോൾ ഇതിപ്പോൾ ലോക്കലായിട്ട് ഇപ്പോൾ അതാത് സ്ഥലങ്ങളിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതേ ടൗണിൽ പോയിട്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഇത്രയും ലോങ്ങിൽ ഒരാൾ വണ്ടി ഓടിച്ച് വന്ന് ഒരു എഞ്ചിനീയർ ഇങ്ങനെ കാണേണ്ടെന്ന് ആവശ്യം വരില്ല. അപ്പോൾ നമ്മളെന്തായാലും അത് കൊടുക്കണം. പക്ഷെ അത് ക്ലയൻറ്റ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവുകൊണ്ടാണ് നമുക്ക് ആ ധൈര്യം വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഏറ്റവും റീസണബിൾ ആയ തിരഞ്ഞുകൊണ്ട് നടക്കാൻ തന്നെ നമുക്ക് സമയം ഉണ്ടായിരിക്കുള്ളൂ. ഒരാളങ്ങനെ തരുമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഞങ്ങൾ ഒരുപാട് എക്സ്പെൻസ് മേടിക്കും എന്നല്ല കേട്ടോ ഇതിൽ പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ അവരത് തന്നില്ലെങ്കിൽ പോലും, ചിലപ്പോൾ ഞങ്ങൾ ചോദിക്കുക പോലും ഇല്ലെങ്കിൽ പോലും നമുക്കങ്ങനെ ഓക്കെ ഇവർ ഫ്ലെക്സിബിൾ ആണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. നമുക്കിതിൽ റിസ്ക് എടുക്കാൻ തന്നെ തോന്നും. മറ്റേത് നമ്മൾ റിസ്ക് എടുക്കേണ്ട, അവരെന്താ വെച്ചാൽ ചെയ്തിട്ട് തരട്ടെ, പ്ലാന് തരട്ടെ എന്ന് നമ്മൾ ഇരിക്കും. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇവർ നല്ല ക്ലയൻ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് തന്നെ. അടുത്ത സൈറ്റ് നമ്മുടെ പാലക്കാട് നെന്മാറയാണ് കേട്ടോ. അവരവിടെ സൈറ്റെല്ലാം ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഒരു കാര്യത്തിനൊരു സജഷൻ ചോദിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. കാരണം അത് കുറച്ച് ഡെപ്തിലാണ് കിടക്കണത്, റോഡ് ലെവലിൽ നിന്നും കുറച്ച് താന്നിട്ടാണ് കിടക്കണത്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ മഴയൊക്കെയുള്ള സമയമല്ലേ, കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ
അതിന് ഏത് രീതിയിൽ ബേസ്മെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവരൊരു 3-4 വർഷമായിട്ട് വീട് വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവർ ഏത് രീതിയിൽ വീട് വെക്കണം, ഇങ്ങനെ ഈ ബേസ്മെൻറ്റിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട്, ഈ സ്ഥലം കുറച്ച് താഴ്ന്ന സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഏത് രീതിയിൽ വെക്കണം എന്ന് ഇതായപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളുടെ രീതിയിൽ തന്നെ വെക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, അവര് ഇനി കാണാത്ത വീടിന്റെ വ്ളോഗ്സോ വീഡിയോസോ ഒന്നുമില്ല. ഏറ്റവും അവസാനത്തിൽ എത്തി നിൽക്കുന്നതാണ് നമ്മളെ രീതി. അതായത് ഇപ്പൊ നമ്മളത് തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. അന്ന് മുതലേ അവര് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ലാസ്റ്റ് ഫൈനൽ ആക്കിയതാണ് അല്ലേ. പിന്നെ പാലക്കാടത്ത് നമ്മളെ സൈറ്റാണ് അവർ പോയി കണ്ടിരിക്കുന്നത്, വടക്കന്തറുള്ള സൈറ്റാണ് പോയി കണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ പ്ലോട്ട്. അതായത് ഇത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ റോട്ടിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അത് മറ്റേ താത്തയും കാക്കും അവിടെ നിൽക്കുന്നുണ്ട്, ഞാനും ഉണ്ട്, അമ്മുവാണ് അപ്പോഴത്തെ വീഡിയോഗ്രാഫർ. അപ്പോൾ ഈ താഴത്താണ് ഇപ്പോൾ ഏകദേശം ഒരു 6 അടിയോളം ഹൈറ്റ് ഉണ്ട് റോഡുമായിട്ട്. അപ്പോൾ അവിടെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു വീടാണ്, ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അവർക്ക് വേണ്ടത് അല്ലേ. ഒരു 3 ബെഡ്റൂം ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അവർക്ക് വേണ്ടത്. പിന്നെ അവർക്ക് ഓൾറെഡി സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഡെപ്തുള്ളൊരു സ്ഥലം വാങ്ങി വീട് വെക്കണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ താമസിക്കുന്ന വീട് ഇതാണ്. ഇതിൻ്റെ തൊട്ട് പുറകിൽ ഫോറസ്റ്റ് ആണ്. അപ്പോൾ മൃഗങ്ങൾ ഇങ്ങനെ രാത്രിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി വരും. കാര്യമായിട്ടൊന്നും വരില്ല, ആന, കരടി, പന്നി അതൊക്കെ വരും. അങ്ങനത്തെ പിന്നെ സാധനങ്ങളൊക്കെ. ഈ വീട് ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയൊരു വീടാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു 3 ബെഡ്റൂം സൂപ്പർ വീടാണ്. പക്ഷെ ഞങ്ങൾ പിന്നെ വീടിന്റെ ഉള്ളിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല. അത് അവര് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, 3 വർഷമായിട്ട് അവര് വീട് വെക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വീട്ടിൽ അവർ താമസിക്കണം കേട്ടോ. അല്ലെങ്കിൽ വാടകയ്ക്ക് പോയിട്ട് താമസിക്കണ്ട. അതിനേക്കാളും ബെറ്റർ ഒരു ബാക്കിൽ ഷെഡ് ഉണ്ട്. അപ്പൊ താത്ത ആ ഷെഡിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മളെ വീഡിയോസ് ഫുള്ള് കാണാൻ. ഞാനത് പറയാൻ വരുന്നത്, താത്തയാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ട്. ഞങ്ങൾ എവിടെയാണ്, ഞങ്ങളുടെ ഒരു മൈന്യൂട്ട് കാര്യം പോലും താത്തയ്ക്ക് അറിയാത്തതില്ല. നമുക്ക് എന്ന് ഡ്രൈവറെ പരസ്യം കൊടുത്തു, ഡ്രൈവർ വന്ന് ജോയിൻ ചെയ്ത് വരെ കാക്കു ചോദിച്ചു നിങ്ങൾക്ക് ഡ്രൈവറെ കിട്ടി വെച്ചപ്പോ ഞാൻ പറയുന്നതിന് മുന്നേ താത്ത പറഞ്ഞാൽ അവർക്ക് ഡ്രൈവറെ കിട്ടിയെന്ന്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് സംസാരം കഴിഞ്ഞിരുന്നപ്പോഴാണ് കാക്കു പറഞ്ഞത് നമ്മൾ, അതായത് ഈ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു, എന്താണ് ഒലിപ്പാറ എന്നാണ്. പിന്നെ നേർച്ചപ്പാറ വാട്ടർഫോൾസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കിട്ടും ചെയ്യും. ഇത് എന്തായി കഴിഞ്ഞാലും സ്ഥലം നല്ല പൊളി സ്ഥലമാണ്. അതായത് ഇപ്പൊ നമ്മൾ ശരിക്ക് തൃശ്ശൂർ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താ, തൃശ്ശൂരുള്ള ആതിരപ്പള്ളി വെള്ളച്ചാട്ടല്ലേ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനോ ഒന്നും പറ്റില്ല. അതിൻ്റെ തൊട്ട് താഴത്തുനിന്ന് പോയിട്ട് ആ വെള്ളച്ചാട്ടം കാണാനേ ഉള്ളൂ. പക്ഷേ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ വരണം. താത്ത എന്താ പറഞ്ഞത്, ഈ ഇതിൽ അവിടെ ഇരുന്നിട്ട് താത്ത അതിൽ ഇരുന്ന് പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ താത്തക്ക് നീന്തൽ അറിയാം, ഞാനാണെങ്കിൽ പോവില്ല, എനിക്ക് നീന്തൽ അറിയില്ല. എന്താ കഴിഞ്ഞാൽ പിള്ളേരെ കൂട്ടിയിട്ട് ഞങ്ങളോട് ഒരു ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കുട്ടികൾക്ക് ലീവുള്ള ദിവസം ഏറ്റവും കൂടുതൽ നല്ല ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ഇല്ല. ശനി ഞായർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്ര ഇവിടെ പൊതുജനം. ബാക്കിയുള്ള ദിവസങ്ങളിൽ സേഫ് ആണ്. അതെനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം വാട്ടർഫോൾസ് ആണെങ്കിലും കുറച്ച് സേഫ് ആണ് ഈ സ്ഥലം. പക്ഷെ നല്ല പാറയാണ്, നല്ല വഴുക്കലൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണമെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഈ 4 കൊണ്ട് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാന്ന് എനിക്കറിയില്ല. കാരണം ഇവർക്ക് 5 ആൾക്കും കാര്യമായിട്ട് നീന്തലൊന്നും അറിയില്ല. കുട്ടികളെയും കൊണ്ട് പോണ ദിവസം എന്തായാലും താത്തേനെ വിളിച്ച് താത്ത ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ എന്തായാലും പോവും അങ്ങോട്ട്. പിള്ളേര് ഈ ഫോണിൽ വീഡിയോസും ഇതും കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് അവരിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട പോലെയാണ്, നിങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ടൂറാണോ പോയെന്നാണ് ചോദിച്ചത്. സത്യം പറഞ്ഞത് ടൂറല്ല, ഞങ്ങൾക്കും ഇത് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞതാണ് തൊട്ടടുത്താണ് ഇങ്ങനെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേര സമയത്താണ് പോയത്. സത്യം പറഞ്ഞത് ആദ്യം ഇവിടെ പോയാൽ മതിയായിരുന്നു, എന്നിട്ട് ഡിസ്കഷൻ ഇതൊക്കെ പിന്നീട് ആക്കിയാലും മതിയായിരുന്നു. കാരണം അത്രയും നല്ല പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പ്ലേസ് ആണ്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ വെള്ളച്ചാട്ടം ഉണ്ടാവുന്ന സ്ഥലത്ത് ഒരുപാട് ക്രൗഡ് വരുമ്പോൾ എനിക്ക് അങ്ങനെ പോകാൻ വലിയ ഇഷ്ടമല്ല. നേരെ മറിച്ചിട്ട് ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ, കാക്കും താത്തി ഞാനും അമ്മും മാത്രമേ ഉള്ളൂ. അത്രയും ഒഴിഞ്ഞ് നല്ല അടിപൊളി നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ. ഞങ്ങളുടെ ടൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഏതെങ്കിലും സൈറ്റിൽ പോകുമ്പോൾ അവിടെ വല്ല നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ കാണുമെന്നല്ലാതെ ഞങ്ങളായിട്ട് ഇപ്പോൾ ഒരു ടൂർ പോകുന്നത് വളരെ കുറവാണ്. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ കോട്ടയം പോയി, കോട്ടയം നിന്ന് തിരിച്ചു വരുമ്പോൾ വണ്ടി ചാർജ് ചെയ്യണം. ഇപ്പോൾ രാത്രി 12 മണിക്കാണ് ഞങ്ങളിപ്പോൾ അത് വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് ടൂറായിട്ട് തോന്നില്ല. കാരണം എവിടെ പോയാലും ഒരു സൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആ സൈറ്റിൽ കൂടി പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു ടൂർ എന്ന് പറയാൻ ഇപ്പോൾ ഇല്ല. അതാണ് കേട്ടോ ഞങ്ങളെ വർക്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ്. അതായത് കേരളത്തിൽ ഏത് ജില്ലയിൽ കൂടി പോകുമ്പോഴും ഇപ്പോൾ നല്ലൊരു സന്തോഷം എന്താ വെച്ചാൽ
ആ പോണ വഴിക്ക് എന്തായി കഴിഞ്ഞാലും നമുക്കൊരു എവിടെയെങ്കിലും ഒരു സൈറ്റ് ഉണ്ടാവും. അത് നമുക്ക് സുപരിചിതമായിട്ടുണ്ടാവും. കാരണം നമ്മൾ എപ്പോഴും അതിനെ നടന്നിട്ട് മറ്റേതിപ്പോൾ നമുക്ക് അവനാൻ്റെ നാട്ടിലെ റോഡന്നെ നിശ്ചല്ലാത്ത പോലെയാണ്. ഇപ്പോൾ നമുക്ക് പുറത്തേക്കാണ് പോയി കഴിഞ്ഞാൽ നമ്മൾ പോണ സ്ഥലങ്ങളൊക്കെ നമുക്ക് ടൂർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇനി കേരളം വിട്ടു പോകണം. കേരളത്തിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് ടൂറായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി പോണ സമയത്തൊന്ന് ഇറങ്ങി നോക്കും. അതേപോലെ ഈ എത്ര ദൂരമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ നൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഡേ അങ്ങനെ നമുക്ക് ഇതൊന്നുമില്ല. അതായത് പകൽ മാത്രം പോവുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പരിപാടി നടക്കുകയില്ല. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സൈറ്റിൽ നിന്ന് അപ്പുറത്തെ സൈറ്റിലേക്ക് എത്തില്ല. ഞങ്ങൾക്ക് രാത്രിയും പകലും ഇല്ലാന്ന് തന്നെ പറയാല്ലേ. ഇനിയിപ്പോൾ ഇത് 12 മണിയാകുമ്പോൾ വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്ക് രാവിലെ 2 മണി അല്ലെങ്കിൽ 3 മണിയാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുറച്ചു നേരം ഉറങ്ങി നീച്ച അടുത്ത സൈറ്റ് എവിടെയാണോ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ പ്ലാൻ പ്രകാരം ഇപ്പോൾ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ തൃശ്ശൂരത്തെ മെയിൻ സ്ലാബ് ചെയ്യാം. അത് സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം. ആ ഫ്രണ്ടത്തെ സ്ലാബ് ചെയ്യാൻ കിടക്കുകയാണ്, എല്ലാം റെഡിയായി കിടക്കുകയാണ്. അപ്പോൾ ഒരു നാളത്തെ കഴിഞ്ഞാൽ അത് ചെയ്യാനായി. ഇങ്ങനത്തെ ട്രാവൽ വ്ളോഗും കൂടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ പോണ സമയത്ത് ഓരോ ക്ലിപ്പൊക്കെ എടുത്ത് ഇടാം.